ചെന്നിത്തല മുഖ്യമന്ത്രിയാണെങ്കിൽ രണ്ടാം സ്ഥാനക്കാരനായിട്ട് സതീശൻ വരാം. സീനിയർ ആൾ ചെന്നിത്തല ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മാത്രമല്ല അദ്ദേഹം മത്സരിക്കുന്നു, രണ്ടുപേരും മത്സരിക്കുന്നു, രണ്ടുപേരും ജയിക്കുന്നു. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും രണ്ടുപേരെ അക്കമഡേറ്റ് ചെയ്യേണ്ടി വരും. സതീശൻ്റെ കീഴിൽ ചെന്നിത്തല ഇരിക്കാന്ന് വെച്ചാൽ കുറച്ച് അഭംഗിയുണ്ട് അതിനകത്ത്. കാരണം സീനിയർ നേതാവാണ്. അതെ അതെ. ചെന്നിത്തല ആദ്യം MLA ആവുന്ന 1982 സതീശനാവുന്നത് 2001 അത്രയും വ്യത്യാസം ഇവർ തമ്മിലുണ്ട്. അപ്പോൾ ആ ഒരു വല്ലായിക അതിൻ്റെ അകത്തുണ്ട്. തീർച്ചയായിട്ടും സീനിയർ ചെന്നിത്തലയാണ്. ഞാനിപ്പോൾ ഇന്നാൾ വരണം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ടുപേരും തുല്യ നല്ല യോഗ്യന്മാരാണ്. പക്ഷേ സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ചെന്നിത്തല മറ്റൊരു പദവിയിൽ മന്ത്രിസ്ഥാനത്തേക്ക് ഇരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരഭംഗി അതിൻ്റെ അകത്തുമുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം അതിൻ്റെ അകത്തുണ്ട്. എന്നാലും രണ്ടുപേരും തുല്യ നല്ല യോഗ്യന്മാരാണ്. നേരെ മറിച്ച് ഇവർ രണ്ടുപേരും ഇവിടെ യോഗ്യന്മാരായിട്ട് നിൽക്കുമ്പോൾ അതാണ് അതിൻ്റെ അകത്തൊരു വലിയ വിരോധാഭാസം, അല്ലെങ്കിൽ ഒരു നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് യൊഗ്യന്മാർ ഇവിടെ നിൽക്കുകയാണ്. ഒരാൾ ഒരു വിധത്തിൽ യോഗ്യൻ, മറ്റേ ആൾ മറ്റൊരു വിധത്തിൽ യോഗ്യൻ. രണ്ടുപേരും തുല്യ നല്ല യോഗ്യന്മാരായിട്ട് നിൽക്കും. അപ്പോൾ ഈ ചിത്രത്തിൽ ഇല്ലാത്ത ഒരാൾ, ദൈനംദിനമായിട്ട് ഇവിടെ പ്രവൃത്തിയിൽ ഇല്ലാത്ത ആൾ, അതേ കേന്ദ്രത്തിലിരുന്നിട്ട് സാമ്രാജ്യത്വത്തെ ഫാസിസത്തെയൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിക്ക് ബുദ്ധി ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ഇത്ര നാൾ ബുദ്ധി ഉപദേശിച്ച് നിർത്തുകയാണ്, ഞാനിനി കുറച്ചാൾ മുഖ്യമന്ത്രിയായിട്ട് നിങ്ങളെ ഭരിച്ചു നോക്കാം എന്ന് പറഞ്ഞ് വരുന്നതിൽ വലിയൊരു അസ്വാഭാവികതയുണ്ട്. മാത്രവുമല്ല, പാർലമെൻറ്റ് അംഗങ്ങൾ ആരും മത്സരിക്കരുതുകൊണ്ടാണല്ലോ ഈ അടൂർ പ്രകാശിൻ്റെ സീറ്റ് നിഷേധിച്ചത്. അതെ, അത് പറഞ്ഞാണല്ലോ കൊടിക്കുന്നിൽ സുരേഷിനെ മാറ്റി നിർത്തിയത്. അത് പറഞ്ഞാണല്ലോ MK രാഘവനെ മാറ്റി നിർത്തിയത്. ഈ രാജ്മോഹൻ ഉണ്ണിത്താനും ബെന്നി ബെഹനാനും ഒഴിച്ച് ബാക്കി എല്ലാവരും മത്സരിക്കാൻ തയ്യാറായിരുന്നു. ഷാഫി പറമ്പിൽ വരെ തയ്യാറായിരുന്നു, D കുര്യാക്കോസ് തയ്യാറായിരുന്നു. അവരൊക്കെ മാറ്റി നിർത്തിയത് ഇവർ പാർലമെൻറ്റ് അംഗങ്ങളാണെന്നുണ്ട്. അപ്പം ഇത്തരം പാർലമെൻറ്റ് അംഗങ്ങളെ മാറ്റി നിർത്തിയിട്ട് പാർലമെൻറ്റ് അംഗമായ ഞാൻ ഇനി ഇവിടെ നിലവിലുള്ളൊരു MLA രാജിവെപ്പിച്ച് കേരളത്തിൽ മുഖ്യമന്ത്രി ആകാം. അപ്പോൾ രണ്ട് സ്ഥലത്ത് ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. ഒന്ന് ഈ നേരത്തെ ഉണ്ടായിരുന്ന MLA ഇരിക്കൂർ സീറ്റിൽ, പിന്നെ ഇദ്ദേഹം പ്രതികരിക്കുന്ന ആലപ്പുഴ സീറ്റിലുമായിരിക്കും. അപ്പോൾ ഇത് ഒരു വലിയ ഒരു അഭംഗിയല്ലേ എന്നുള്ള ചോദ്യമാണ്. അതെ. ഇപ്പോൾ കരുണാകരൻ രാജകേസിൽപ്പെട്ട് രാജിവെച്ചപ്പോൾ ആന്റണി വന്ന് നമുക്ക് മനസ്സിലാക്കാം, വേറെ മാർഗമില്ല. അല്ലെങ്കിൽ അതുപോലെ ഇപ്പോൾ അച്യുതാനന്ദൻ തെരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ട് നായനാർ മുഖ്യമന്ത്രി വന്നപ്പോൾ തലശ്ശേരിയിൽ മമ്മു മാസ്റ്ററെ രാജിവെപ്പിച്ചിട്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു പറഞ്ഞിട്ടു. അതും നമുക്ക് മനസ്സിലാക്കാം. അതൊക്കെ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ എക്സ്പീരിയൻസിൽ സംഭവിച്ചതാണ്. ഇതങ്ങനെയല്ലല്ലോ. ഇതിവിടെ രണ്ട് യോഗ്യന്മാർ നിൽക്കുമ്പോൾ മൂന്നാമതൊരു യോഗ്യൻ ക്രാഷ് ലാൻഡ് ചെയ്യാണ്. അത് വളരെ മോശപ്പെട്ടൊരു പ്രവണത ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഞാനിതിന് പ്രായോഗികമായിട്ടൊരു പരിഹാരം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിവിടെ ആവർത്തിച്ചാൽ അഭംഗിയാവില്ല എന്നായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ. ഈ കോൺഗ്രസ്സുകാർക്ക് ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളൂ. ഇപ്പോൾ സഭയിലുള്ള UDF നേതാക്കന്മാരിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ആൾ PK കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കട്ടെ, എന്നിട്ട് ഇവരൊക്കെ മന്ത്രിമാരായിട്ടിരിക്കട്ടെ. ഇവരെ ആർക്കും ഒരു പ്രത്യേകിച്ച് മനസ്സിന് വിഷമം തോന്നേണ്ട ആവശ്യമില്ല. കുഞ്ഞാലിക്കുട്ടി ഏറ്റവും സീനിയറാണ്. എത്രയോ കൊല്ലത്ത് നിയമസഭാ പരിചയമുണ്ട്, പാർലമെൻറ്റ് പരിചയമുണ്ട്, ഭരണപരിചയമുണ്ട്, ഏതൊക്കെ വകുപ്പുകൾ ഭരിച്ച ആളാണ്. അദ്ദേഹത്തിനൊരു അവസരം കൊടുക്കട്ടെ. ഈ ഏറ്റവും വലിയ പാർട്ടിയുടെ നേതാവ് തന്നെ വേണം മുഖ്യമന്ത്രിയാകാൻ ഒരിടത്തും പറഞ്ഞിട്ടുണ്ടോ? ഒരിടത്തും പറഞ്ഞിട്ടില്ല. പട്ടനാണുള്ള സാറ് 2 തവണ മുഖ്യമന്ത്രി ആകുമ്പോഴും സഭയിലെ പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസിൻ്റെ പിന്തുണയിലാണ് അദ്ദേഹം 1954 1960 കേരളത്തിൽ മുഖ്യമന്ത്രിയായത്. അച്യുതമേനോൻ മുഖ്യമന്ത്രി ആകുമ്പോൾ CPI-യെക്കാളും എത്രയോ സീറ്റുകൾ കൂടുതലായിരുന്നു കോൺഗ്രസ്സിന്, ഇല്ലേ? അതെ. കോൺഗ്രസ് ആദ്യം പുറത്തുനിന്ന് പിന്തുണ കൊടുത്തു, പിന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ചേർന്നു. ആർക്കും ഒരു വിഷമം തോന്നിയില്ല. CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രി ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് എത്ര 12 MLA-മാരുണ്ട്, അദ്ദേഹം മുഖ്യമന്ത്രിയായില്ല. ഇനി കേരളത്തിന് പുറത്താണെങ്കിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ നിതീഷ് കുമാർ ഈ കഴിഞ്ഞ ദിവസം വരെ ബീഹാറിൽ മുഖ്യമന്ത്രി, 10 തവണ ബീഹാറിലെ മുഖ്യമന്ത്രി. 10 തവണയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയേക്കാൾ കൂടുതൽ MLA-മാർ അദ്ദേഹം BJP-യുടെ പിന്തുണ ജയിക്കുമ്പോൾ BJP-ക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയ ജനതാദളിൻ്റെ പിന്തുണ RJD-യുടെ പിന്തുണയിൽ ജയിക്കുമ്പോൾ RJD-ക്ക് ഉണ്ടായിരുന്നു. എല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ പാർട്ടി ചെറിയ പാർട്ടി, മറ്റേ പിന്തുണ കൊടുക്കുന്ന പാർട്ടി വലിയ പാർട്ടിയാണ്. പക്ഷേ നിതീഷ് കുമാറിന് മാത്രമേ ബീഹാറിലെ വയബിളായിട്ടൊരു ഭരണം നടത്താൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം BJP-ക്കും അറിയായിരുന്നു, RJD-ക്കും അറിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ പോലെ എന്തുകൊണ്ട് നമുക്ക് കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രി ആയിക്കൂടാ എന്നാണ് എൻ്റെ ചോദ്യം. എൻ്റെ സപ്പോർട്ട് ചെന്നിത്തലയ്ക്കുമല്ല, സതീശനുമല്ല, വേണുഗോപാലിനും ഒട്ടുമല്ല, അത് കുഞ്ഞാലിക്കുട്ടിക്ക്.